വാർത്തകളിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്തതായി നമ്മൾ പോകുന്നത് പാലക്കാടേക്കാണ്. പാലക്കാട് CPM ജില്ലാ സമ്മേളനത്തിന് ഇന്ന് ചിറ്റൂരിൽ തുടക്കമാവുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ കൊഴിഞ്ഞാമ്പാറയിലെ വിമത നീക്കം ഉൾപ്പെടെ ചർച്ചയാകും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരിക്കും സമ്മേളന നടപടികൾ ഉദ്ഘാടനം ചെയ്യുക. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് വരുന്നത്. അവിടെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. വോട്ട് ചോർച്ച ഉൾപ്പെടെ പല വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും. അന്ന് എടുത്ത തീരുമാനം, സരിനെ കൊണ്ടുവരാനുള്ള തീരുമാനം ശരിയായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എത്രത്തോളം സംഭവബഹുലമായിരിക്കും പാലക്കാട്ടെ ജില്ലാ സമ്മേളനം? ഗുഡ് മോർണിംഗ് ശ്രീജ. പാലക്കാട് CPM ജില്ലാ സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ്. MV ഗോവിന്ദനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു സമ്മേളനത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാകുന്നത് PK ശശി ഇല്ലാത്ത ഒരു ജില്ലാ സമ്മേളനം എന്നുള്ളതാണ്. അദ്ദേഹം ഇല്ലാതെ ഒരു ജില്ലാ സമ്മേളനം കാലങ്ങൾക്ക് ശേഷമാണ് പാലക്കാട് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭാവം തന്നെയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. PK ശശി വിവാദമെല്ലാം തന്നെ ഇനിയിപ്പോൾ സമ്മേളനത്തിൽ ചർച്ചയാവുകയോ ഇല്ലയോ എന്ന് പറയാനാകില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അഭാവം ആണ് ഈ ഒരു സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമതായിട്ട് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാവട്ടെ, അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളാകട്ടെ, CPMന്റെ പ്രകടനം അതും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ചർച്ചയാകും. ആലത്തൂർ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ ക്രെഡിറ്റ് പാലക്കാട് CPMന് കൂടി അവകാശപ്പെടുന്നതാണെങ്കിൽ പോലും പാലക്കാടും അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പിലും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞില്ല. സരിനെ സുപ്രഭാതത്തിലാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അതിനൊക്കെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സഹകരിപ്പിക്കുകയല്ല ആദ്യം തന്നെ പാർട്ടിയിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അത് ഒരു പാർട്ടിയിലെ വലിയൊരു വിഭാഗം അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. NN കൃഷ്ണദാസിൻ്റെ പരാമർശങ്ങൾ, അതേപോലെ തന്നെ സരിനെതിരെ EP ജയരാജൻ്റെ പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞ് ആ ദിവസം പുറത്തിറങ്ങിയ വിമർശനങ്ങൾ, ഇതൊക്കെ തന്നെ ഒരുപക്ഷെ ഈ ഒരു സമ്മേളനത്തിലും ചർച്ചയാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സുരേഷ് ബാബു അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു തവണ മാത്രമേ പൂർത്തിയാക്കിയുള്ളൂ. അദ്ദേഹത്തിന് ഒരു തവണ കൂടി അവസരം കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആലത്തൂരിലെ തെരഞ്ഞെടുപ്പ് വിജയവും അതുപോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് വർധനവ് ഉണ്ടാക്കാൻ കഴിഞ്ഞതും ആശ്വാസകരമായ സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ സുരേഷ് ബാബു സെക്രട്ടറി സ്ഥാനത്ത് തന്നെ തുടരാനുള്ള സാധ്യതകളാണ് തന്നെ കാണുന്നത്. എന്നാണെങ്കിലും ഈ വിഷയങ്ങളൊക്കെ തന്നെയാകും ജില്ലാ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ചൂടൻ ചർച്ചാ വിഷയങ്ങളാവുക എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പഴയ പോലെ വിഭാഗീയതയൊന്നും ഈ ഘട്ടത്തിൽ എവിടെയും ഉയർന്നു വരാത്ത സാഹചര്യത്തിൽ മറ്റ് വിവാദ വിഷയങ്ങൾ, സമകാലീന രാഷ്ട്രീയ വിവാദ വിഷയം കൂടി ഒരുപക്ഷെ ജില്ലാ സമ്മേളനത്തെ ചൂടുപിടിപ്പിച്ചേക്കാം. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് CPM ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. സമ്മേളനത്തെ ചൂടുപിടിപ്പിക്കാൻ വേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ തന്നെ, പക്ഷേ ശശി ഇല്ലാത്ത സമ്മേളനം, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത സമ്മേളനം എന്നതായിരിക്കും ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാന പ്രത്യേകത.